നമസ്കാരം. നമ്മുടെ കാവുംപുറത്തുകാർ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് നമ്മുടെ പ്രദേശത്തുള്ള ഒരു പാവപ്പെട്ട കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ധനസമാഹരണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സാധാരണ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്കും അത്തരം സമൂഹ മാധ്യമങ്ങളൊക്കെ പരസ്പരം കുറ്റപ്പെടുത്താനും പഴിചാരാനും ഉപയോഗിക്കുന്ന ഇക്കാലത്ത് വളരെ മഹത്തായ ഒരു കാരുണ്യ പ്രവർത്തനത്തിനു വേണ്ടി ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കാമെന്ന് ഈ നമ്മുടെ കാവുംപുറത്തുകാർ എന്ന വാട്സപ്പ് ഗ്രൂപ്പ് തെളിയിച്ചിരിക്കുകയാണ്. വളരെ വലിയ ഒരു ഹിമാലയൻ പ്രവർത്തനമാണ് ഈ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുള്ളത്. പുതുപ്പാടി പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പാവപ്പെട്ട കർഷകരും കർഷക തൊഴിലാളികളും തിങ്ങി താമസിക്കുന്ന ഒരു പഞ്ചായത്താണ്. അതിൽ തന്നെ നമ്മുടെ പ്രദേശമായ കാവുംപുറം, കൊട്ടാരക്കൂത്ത്, മലപ്പുറം, പെരുമ്പള്ളി ഇത്തരം പ്രദേശങ്ങളൊക്കെ അതിനേക്കാൾ വളരെ പ്രയാസത്തിൽ അന്നന്ന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. ഈ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമാണ് ഈ ചികിത്സാ സഹായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നത്. ഒരു സമ്പന്നനായ ഒരാൾ, പണക്കാരനായ ഒരാൾ തൻ്റെ പണം ഉപയോഗിച്ച്, സമ്പത്ത് ഉപയോഗിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിനേക്കാൾ ഏറ്റവും മഹത്തരമായൊരു പ്രവൃത്തിയാണ് ഒരു ദരിദ്രൻ തൻ്റെ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും മറ്റുള്ളവൻ്റെ പ്രയാസങ്ങൾ തൻ്റെ പ്രയാസങ്ങളായി കണക്കാക്കി അതിനെ സഹായിക്കുക എന്നത്. അപ്പോൾ ഒരു സമ്പന്നൻ സഹായിക്കുന്നതിനേക്കാൾ ഒരു ദരിദ്രൻ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഏറ്റവും പുണ്യമുള്ള പ്രവൃത്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയും വളരെ കാര്യങ്ങൾ ഏറ്റെടുക്കാനും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും ഈ വാട്സപ്പ് ഗ്രൂപ്പിന് സാധിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായ റിനോഫ്, റിയാസ്, അതുൽ, ജെറിൻ, അതുപോലെ ജിൻസി, ഷഫീഖ്, അതുപോലെ ഷാഫി വളഞ്ഞുപാറ ഇത്തരം ആളുകളൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി വളരെ അടുത്ത് ബന്ധപ്പെടുകയും ഇതിനുവേണ്ടി അഹോരാത്രം പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെയാണ് ഇതിൻ്റെ മീഡിയ പേഴ്സൺസ്, ഇതിന് ആവശ്യമുള്ള പ്രചരണങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി അഷ്റഫ് കട്ടിപ്പാറയെ പോലുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇനിയും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്ക് ഈ ഗ്രൂപ്പിന് സാധിക്കട്ടെ. ഇത് നാടിൻ്റെ ഒരു കൂട്ടായ്മയായി, നന്മയുടെ ഒരു കൂട്ടായ്മയായി ഈ ഗ്രൂപ്പ് മാറട്ടെ. ഇതിൻ്റെ ഏകദേശം 450ഓളം മെമ്പർമാർ ഈ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടുണ്ട്. ഇനി ഇതുമായി, ഈ കാരുണ്യ പ്രവർത്തനവുമായി, ഈ കുഞ്ഞിൻ്റെ ചികിത്സാ സഹായവുമായി ഇനിയും ബന്ധപ്പെടാൻ നമ്മളെ നാട്ടിൽ ഒരുപാട് ആളുകളുണ്ട്. സഹകരിക്കാൻ താല്പര്യമുള്ളവർ ഇനിയും വൈകിക്കൂടാ. ഏകദേശം 1 ലക്ഷത്തോളം രൂപ നമ്മൾ സമാഹരിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്ത് നിന്ന് ഇത്രയും വലിയൊരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇത്രയും വലിയൊരു തുക സമാഹരിക്കുക എന്നത് വളരെ വലിയ ഒരു പ്രവർത്തനം തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ അഡ്മിന്മാരെയും മീഡിയ പേഴ്സൺസിനെയും അതേപോലെ ഇതിനു വേണ്ടി സംഭാവന ചെയ്ത ആളുകൾ, അന്നന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ആളുകൾ അവനവൻ്റെ അത്യാവശ്യ കാര്യങ്ങൾ മാറ്റിവെച്ച് ഇതിനു വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും ഇതേപോലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും നാടിൻ്റെ നന്മക്കായി പ്രവർത്തിക്കാനും ഈ ഗ്രൂപ്പിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.